പരവൂരിലെ തീരപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. ഉറുമ്പുകുന്ന് അഥവാ ചിതൽപുറ്റ് എന്നതിൻ്റെ മലയാള പദത്തിൽ നിന്നാണ് ക്ഷേത്രത്തിന് പുറ്റിങ്ങൽ എന്ന പേര് ലഭിച്ചത് എന്ന ഐതിഹ്യം. ഒരു ഉറുമ്പുകുന്നിൽ ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടപ്പോൾ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി ക്ഷേത്രം പുനർനിർമ്മാണത്തിലും വിപുലീകരണത്തിനും വിധേയമായി. ഇത് ഒരു പ്രധാന മതസമുച്ചയമായി മാറി. മലയാള മാസമായ മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം നടക്കുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. അശ്വതി വിളക്ക്, കമ്പടികളി, കഥകളി, മരമെടുപ്പ് തുടങ്ങി വിവിധ സാംസ്കാരിക പരിപാടികൾ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. ക്ഷേത്രാങ്കണത്തിൽ 1 ലക്ഷത്തിലധികം ആളുകളെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഉൾക്കൊള്ളാൻ കഴിയും. തോറ്റംപാട്ട് പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷ വഴിപാടാണ്. തോറ്റംപാട്ട് സമയത്ത് 3 വ്യക്തികൾ ദേവിയുടെ കഥ 3 ഭാഗങ്ങളായി പാരായണം ചെയ്യുന്നു. നമസ്കാരം, ഞാനിപ്പോൾ പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്ര സന്നിധിയിലാണുള്ളത്. ഇന്ന് ഏപ്രിൽ 3. ഇനിയിപ്പോൾ നാളെ ഇവിടുത്തെ പൊങ്കാല മഹോത്സവം നടക്കുകയാണ്. പൊങ്കാലയോടുകൂടി ഇവിടുത്തെ ഉത്സവത്തിന് ആരംഭം കുറിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു കമാനം ടവർ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 100 അടിയിൽ പരം ഉയരമുള്ള ഈ ഒരു ലൈറ്റ് മിക്കവാറും എല്ലാ വർഷവും ഇവിടെ ഈ ഒരു ലൈറ്റ് അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിക്കാറുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്നും വന്ന വിദഗ്ധരായ തൊഴിലാളികളാണ് ഇതിന് പിന്നിലുള്ളത്. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ പൊതുവെ? കച്ചവടം കുറവാണ്. ഈ വർഷം തോനെ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരുപാട് പേരെ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം വിറ്റഴിയണ്ടേ, കടങ്ങളൊക്കെയാണ് മേടിച്ചോണ്ട് വരുന്നത്. എവിടുന്നാണ് ഇത് എടുക്കുന്നത്? ഇത് പരതന്നൂര്, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, പല സ്ഥലത്തുനിന്ന് അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കും. എവിടെ ഉത്സവ സ്ഥലം മെയിനായിട്ട് എവിടെയൊക്കെയാണ് പോകുന്നത്? പുറ്റിങ്ങൽ അല്ലാതെ വേറെ? പുറ്റിങ്ങല് ചെറുക്കരയാണ് ഫസ്റ്റിലെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞു പിന്നെ പൂത്താനടയില് ചാത്തന്നൂര്, അത് കഴിഞ്ഞ് പരവൂര്, അല്ല കൊല്ലം ആശ്രമം, പിന്നെ മുളങ്കാടകം, കൊട്ടാരക്കര ഗണപതി അമ്പലം, എല്ലായിടവും പോകുന്നുണ്ട്. എല്ലായിടം പോകും. നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാം നിങ്ങളുടെ ബാച്ചാണോ? അല്ലല്ല, വേറെ. നമ്മൾ 3 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ ഇപ്പം നെടുങ്ങോലത്ത്. പിന്നെ നെടുങ്ങോലത്തിന് ആള് വരാനുണ്ട്. ഉത്സവം ഇപ്പൊ പൊങ്കാല കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ സാധനങ്ങൾ വരൂലേ? ഒരുപാട് ഐറ്റം വരാനില്ലേ? ഇനി ഉണ്ട്, ഒരുപാട് ഐറ്റം വരാനുണ്ട്. മേഡം പേരെന്താണ്? എന്റെ പേര് പ്രസന്ന. ഒരുപാട് വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ടോ? ഉണ്ട്. എത്ര വർഷമായി? 10-15 വർഷമാവും. ഇത് തന്നെ തൊഴിൽ? വേറെ ഒന്നുമില്ല? തൊഴിൽ എല്ലാ തൊഴിലിനും പോകും. ഇതല്ലാത്തപ്പോഴും വേറെ തൊഴിലിനും പോകും. ഇതുകൊണ്ടൊക്കെ ജീവിച്ചു പോകാനുള്ള കിട്ടുന്നുണ്ടോ? അങ്ങനെ ഇല്ല. എന്നെ കൊണ്ടുവരുമ്പോ അമ്മയുടെ കൊണ്ട് വരുമ്പോ അമ്മയെ വിളിച്ച് എല്ലാം പോവും. കൊറേയൊക്കെ പോവും. പിന്നെ അത് അവിടെ തീരാത്തത് വേറെ സ്ഥലത്ത് കൊണ്ട് പോവും. ഇതിനൊക്കെ എന്ത് വിലയുണ്ട് ഈ കൊട്ടയ്ക്ക് മട്ടിക്കൊക്കെ? ഈ കുട്ടയ്ക്കൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ഇപ്പോഴും. ഈ വട്ടിയൊക്കെ എന്ന് വെച്ചാൽ 200-250 രൂപയൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ നമ്മളൊരു സ്ഥിരം എടുക്കുന്നുണ്ട്, നമുക്ക് 10 രൂപ കുറച്ച് തരും. ആൾക്കാർ ഇവിടെ വന്ന് വില പേശാറില്ലേ? നല്ലോണം വില പേശാറുണ്ട്. വില പേശെന്നാലും കൊടുക്കും. നമുക്കൊരു മുതലാവുന്നത് കിട്ടിയാൽ കൊടുക്കും. എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യുന്നത്? എൻ്റെ കൊച്ചും കാലം തൊട്ടേ എൻ്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഈറപ്പണി. അച്ഛനും അമ്മയ്ക്ക് സഹോദരങ്ങൾക്കെല്ലാം അങ്ങനെ പഠിച്ചതാണ്. തിരുവനന്തപുരം, ചാല, നെടുവങ്ങാട്, കുഞ്ഞാറമൂട്, പിന്നെ കടയ്ക്കൽ, വനമേഖലയിലൊക്കെ അവിടുന്ന് കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഈ ഹോൾസെയിൽ കടയിൽ കൊടുക്കും. അവരിൽ നിന്നാണ് ഞങ്ങൾ മറുവിലയ്ക്ക് ഞങ്ങൾ മേടിക്കുന്നത്. പല കൈമറിഞ്ഞാണ് വരുന്നത്. നമ്മൾ എത്തുമ്പോൾ നല്ലൊരു വില കൊടുക്കേണ്ടി വരും. നല്ലൊരു വില കൊടുക്കും. പിന്നെ അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും വില വരുന്നത് വിൽക്കുമ്പോൾ അല്ലേ? ഉൽപ്പന്നങ്ങളാക്കി കൊട്ടയും വട്ടയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഇത്രയും വില വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒരു തുച്ഛമായ ലാഭമായിരിക്കും എടുക്കുന്നത് അല്ലേ? അത് ശരി. എവിടുന്നാ വരുന്നത്? കിളിമാനൂരിൽ നിന്നാണ് പല വരുന്നത്. എല്ലാ വർഷവും വരാറുണ്ടോ? 5 വർഷം കൊണ്ട് വരുന്നുണ്ട്. ഒറ്റയ്ക്കേ ഉള്ളോ? വീട്ടിൽ നിന്ന് കൊണ്ടാക്കിട്ട് പോകും. എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്? ചട്ടികളാണോ? ചട്ടി. പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടി ആവശ്യമുള്ള ചട്ടികളാണ് ഇവിടെ. അതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. എല്ലാം വിറ്റ് പോകാറുണ്ടോ എല്ലാ വർഷവും? ഉണ്ട്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. പൊങ്കാലക്കലം കൂടാതെ വേറെ എന്തൊക്കെയുണ്ട്? കൂട്ടാൻ ചട്ടി, കറി വെക്കുന്ന ചട്ടികളുണ്ട്. പിന്നെ ഇറച്ചി ചട്ടിയുണ്ട്. വഞ്ചികളൊക്കെ ഇരിക്കുന്നത്. വഞ്ചിയുണ്ട്, കൊടുക്കായിട്ട് ഈ വിളക്കുണ്ട്. കാക്ക വിളക്കല്ലേ ഇത്? അങ്ങനെ ഒക്കെ വിൽക്കുന്നുണ്ട് അല്ലേ?
പിന്നെ എല്ലാം ഇടിഞ്ഞിലുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാ വർഷവും നല്ല കച്ചവടം നടക്കാറുണ്ട്? എല്ലാവരും നല്ല കച്ചവടം നടക്കും. ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വന്ന് വാങ്ങാറുണ്ട്. തവ തവ എന്തിനൊക്കെ ഉള്ളതാണ്? പൊറ ചൂടാ, അപ്പം ചൂടാ, മുട്ട പൊരിക്കാം. എന്തിനുള്ളതാണ്? ചായ കുടിക്കാൻ. ഇത് ചായ കുടിക്കാനുള്ളത്. ഇത് മറ്റേത് കുമിഞ്ചാൻ പോയിക്കാൻ. കുമിഞ്ചാൻ പോയിക്കാൻ. இது எம்கே என்டர்டைன்மெண்ட் தமிழ்நாட்டிலேருந்து வந்திருக்கு. இங்கே ட்ராகன் கோஸ்டர், கொலம்பஸ், வாட்டர் போட், குழந்தைகளுக்கான மினி ஐட்டம்ஸ், அதாவது வாத்து, கார், பைக், இது இல்லாமல் குழந்தைகள் குதூகலமாக இருக்கிறதுக்கு பேய் வீடு, இது இல்லாமல் பெட்ஸ் ஷோ, அப்படி ஒரு வருஷம் நம்ம நல்லபடியாக பண்ணி கொடுத்துட்ருக்கோம். அது எல்லாருமே மக்கள் நல்லா விரும்புவாங்க. தமிழ்நாட்டில் திருச்சியிலேருந்து வருது. எம்கே என்டர்டைன்மெண்ட். எல்லா வருஷமும் இங்கே வரும். ஒரு ஒரு 3 வருஷம் ஆயிடுது. இங்கே கண்டிப்பாக இங்கே எல்லாம் இங்கே நல்லா இருக்குது, நல்லா கும்பல் இருக்குது, ஒன்றும் பிரச்சனை இல்லை. எவ்வளோ நாள் கிடைக்கும்? உற்சவம் முடிஞ்ச அப்புறம் தான் போவோம். இங்கே ஒரு 15 நாள் நாங்கள் இருப்போம். 15 நாள். ஆமாம், இதில் மெயின் 7 நாள். லாஸ்ட் 3 நாள் நல்ல ஃபெஸ்டிவல் நல்லா இருக்கும். எவ்வளோ ஸ்டாஃப் இருக்குங்க? நம்மள்ட்ட ஒரு 20 ஸ்டாஃப். 20 ஸ்டாஃப். அப்படியே எல்லாம் இங்கே தங்குது. எல்லாம் முடிஞ்சுதான் போகும். அப்புறம் தான் போகும். முன்னாடி மாட்டுறதுக்கு ஒரு 4 நாள், கழட்டுறதுக்கு ஒரு 4 நாள், இடையில 7 நாள், மொத்தம் 15 நாள். இங்கே அல்லாத எங்கே இடங்களில் போயிருக்கோம்? இங்கே இல்லாமல் குளத்துப்புழா சேத்திரம், இது இல்லாமல் தமிழ்நாடு ஃபுல்லாக நம்ம இந்த சீசனுக்கு இங்கே வரும். மிச்சம் தமிழ்நாட்டில் ஃபுல்லாக எல்லா இடத்துக்கும். இப்போ ഇവിടെ പുറ്റിങ്ങൽ ഇത് പിടിച്ച് എங்கே പോകും? வேறு தமிழ்நாடு முடிஞ்சோன்னா குளத்துப்புழா ஸ்டார்ட் அங்கே போகும். ஆமாம், அது முடிச்சோன்னா நேராக தமிழ்நாடு. இருக்கா? நல்லா இருக்கா? நல்லா கேரளா மக்கள் எல்லாம் ஒன்றும் பிரச்சனை இல்லை, நல்லா இருக்காங்க, நல்லா கோஆப்ரேட் பண்ணுறாங்க. ஓகே. രണ്ടായിരത്തിൽ 6 ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ ഒരു വലിയ പുനരുദ്ധാരണ പദ്ധതിക്ക് ക്ഷേത്രം വിധേയമായി. ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് 100 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ശ്രീകോവിൽ, ഉപദേവാലയങ്ങൾ, നാലമ്പലം, കമ്പപ്പുരകൾ, കളിത്തട്ട്, കൊടിമരം, ക്ഷേത്രക്കുളം, ഗോപുരങ്ങൾ, ചുറ്റുമതിൽ എന്നിവ നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. മുഴുവൻ ചട്ടക്കൂടും തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൻ്റെ ഓരോ ഭാഗവും ഭക്തി പ്രകടമാക്കുന്നു. മുൻവശത്തെ വളപ്പിൻ്റെ അങ്ങേയറ്റത്ത് പുറ്റിങ്ങൽ ദേവിക്ക് അഭിമുഖമായി ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. ഭക്തർ ദേവിക്ക് അവൽ, മലർ, ഇളം തേങ്ങ, പൂക്കൾ എന്നിവ സമർപ്പിക്കുന്നു. പുറ്റിങ്ങൽ ക്ഷേത്രോത്സവം മതപരമായ ആവേശവും സാംസ്കാരിക പ്രകടനങ്ങളും വിസ്മയിപ്പിക്കുന്ന കെട്ടുകാഴ്ചകളും സമന്വയിപ്പിക്കുന്ന ഒരു ഉജ്ജ്വല ആഘോഷമാണ്. വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് സന്ദർശകർ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇത് എല്ലാവർക്കും അവിസ്മരണീയമായ അനുഭവമാക്കി മാറ്റുന്നു. ഉത്സവത്തിന് ശേഷം പതിവ് പൂജാ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് ക്ഷേത്രം 7 ദിവസം അടച്ചിട്ടിരിക്കും. പുറ്റിങ്ങലമ്മയുടെ ഈ വർഷത്തെ ഉത്സവം ഏപ്രിൽ 4 പൊങ്കാലയോടെ ആരംഭിച്ച് ഏപ്രിൽ 10 പര്യവസാനിക്കും. കൂടുതൽ ഉത്സവ കാഴ്ചകളും ആഘോഷങ്ങളും ആസ്വദിക്കുന്നതിനായി ജോൽ ജംഗ്ഷൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നന്ദി, നമസ്കാരം.